ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു പാൻറ്റാണ് തയ്ക്കുന്നത്. സൈഡിൽ പ്ലീറ്റ്സൊക്കെ കൊടുത്തിട്ട് ഉള്ള ഒരു പാൻറ്റാണ് കേട്ടോ. സാധാരണ പാൻറ്റ് സെമി പട്ടിയാല അതാണ് ചെയ്യുന്നത് കേട്ടോ. 2 മീറ്റർ തുണിയാണത്. ഇതുപോലെ ഒരളവ് പാൻറ്റ് ഉണ്ടാവുമല്ലോ, അത് നമ്മൾ വെച്ചിട്ടും തയ്ക്കാം, അളവെടുത്തിട്ടും തയ്ക്കാം കേട്ടോ. പാൻറ്റിനെ 4 മടക്കുക. എന്നിട്ട് അടിവശത്ത് നമ്മൾ ക്യാൻവാസ് എന്തെങ്കിലും വെച്ച് ഒന്ന് മടക്കി കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു സ്കെയിൽ അളവ് വിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ 2 ഇഞ്ച് വീതിയിലൊന്ന് വിട്ട് കൊടുക്കുക. കറക്റ്റ് അളവിൽ ഒന്ന് മാർക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സൈഡിൽ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ വീതിയിൽ ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. താഴ്ഭാഗം നമ്മളത് എക്സ്ട്രാ വരുന്ന സ്റ്റിച്ചിങ് അലവൻസ് ഉണ്ടല്ലോ, അതിന് വേണ്ടി വിട്ടാക്കുകയാണ് കേട്ടോ. മേൽപ്പട്ടിക്ക് വേണ്ടിയിട്ട് അതുപോലെ പാൻറ്റിൻ്റെ 4 വശങ്ങളുണ്ടല്ലോ, 4 മടക്കിയതിൻ്റെ ആ മേൽവശം പട്ടി, ആ പട്ടി പീസ് തനിയെ എടുത്ത് വെട്ടണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് കൊടുത്ത ആ ഭാഗം വരെ ജസ്റ്റ് ഒന്ന് മാർക്ക് കൊടുക്കുക. എന്നിട്ട് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക, മുഴുവനായിട്ടൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. അതായത് എക്സ്ട്രാ വരുന്ന ബിറ്റ് നമ്മൾ ഈ ഭാഗത്ത് ഉള്ളത് പ്ലീറ്റ്സ് കൊടുക്കാനാണ്. പിന്നെ സെൻറ്റർ ഒന്ന് അളവെടുക്കുക. എന്നിട്ട് ഈ ലാസ്റ്റ് വരുന്ന ഭാഗത്താണ് നമ്മൾ ഈ സെൻറ്റർ മാർക്ക് കൊടുക്കേണ്ടത് കേട്ടോ. സ്റ്റിച്ചിങ്ങിന് ഒരു 1/2 ഇഞ്ച് കൂടെ മാർക്ക് കൊടുക്കുക താഴോട്ട്. എന്നിട്ട് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. ഒരു കേവ് ലൈനും പോലെ ലൈറ്റായിട്ട് വളച്ചു കൊടുക്കുക കേട്ടോ. ഇത് കട്ട് ചെയ്തെടുക്കാം. മേൽവശം നമുക്ക് ഇടുപ്പിൽ കെട്ടുന്ന ആ റിബണൊക്കെ വെക്കില്ല, ആ പീസിന് വേണ്ടി എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഈ മുക്കോണത്തിൽ വരുന്ന ഈ കട്ടിങ് പീസ് ഉണ്ടല്ലോ, ഈ ഭാഗത്തേക്ക് അതും എടുക്കുക, അത് ജോയിൻ ചെയ്യണം. അല്ലെങ്കിൽ മേൽവശത്തെ എടുക്കാം. ഇതിപ്പോൾ നിവർത്തിയ ഇതുപോലെയുള്ള പീസാണ് വരിക. അപ്പോൾ നമ്മൾ 2 ആക്കിയിട്ട് കട്ട് ചെയ്യുക. നേരെ നടുവായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് ഹിപ്പിന് എത്രയാണ്, ഇടുപ്പിന് എത്രയാണ് വെച്ച് നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് വെട്ടിയെടുക്കുക കേട്ടോ. സ്റ്റിച്ചിങ്ങിനൊക്കെ സൈഡിൽ 1 ഇഞ്ച് മാർക്ക് കൊടുക്കുക, അതിന് എക്സ്ട്രാ എടുത്തു കൊടുക്കണം. 1 ഇഞ്ച് 1 ഇഞ്ച് 2 സൈഡും. അപ്പോൾ 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. നാലാക്കി മടക്കുക. അതാ ഇതുപോലെ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ എക്സ്ട്രാ മാർക്ക് കൊടുക്കുക കേട്ടോ. നമ്മൾ സ്റ്റിച്ചൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും കറക്റ്റായി വരും. നീളം കറക്റ്റായിട്ട് നോക്കുക. അതുപോലെ താഴ്വശവും നമുക്ക് റിബൺ ഇട്ട് കൊടുക്കണമല്ലോ, അതിനുള്ള 2 ഇഞ്ചും കൂടി എക്സ്ട്രാ കാണണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് വെട്ടി മാറ്റുക. സെൻറ്ററിലൂടെ ഒന്ന് വെട്ടി മാറ്റിയിട്ട് സൈഡ് ജോയിൻ ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ നമ്മൾ നീളത്തിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ജോയിൻ ചെയ്യുക. അവിടെ റിബൺ വയ്ക്കാനുള്ള ഓപ്പണും കൊടുക്കുക. ഓരോ ഇഞ്ച് വീതിയിൽ നമ്മളിതുപോലെ അടിച്ചു കൊടുത്തിട്ട് ഉള്ളിലോട്ട് ഒന്ന് സൈഡിൽ നമ്മൾ എക്സ്ട്രാ വിട്ടിട്ടുണ്ടല്ലോ, അത് ഒന്ന് ജസ്റ്റ് കൂടെ ഉരുട്ടി അടിച്ചാൽ നമുക്ക് പിരിഞ്ഞ് വരില്ല കേട്ടോ. ഇതുപോലെ ഉള്ളിലേക്ക് വീണ്ടും ഒന്നുകൂടെ മടക്കി കൊടുത്തിട്ട് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഓവർലോക്കൊന്നും ചെയ്യേണ്ടി വരില്ല. ഇതതുപോലെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. 2 സൈഡും ഉണ്ടാവുമല്ലോ അതിൻ്റെ. ഹിപ്പിൽ റിബൺ വയ്ക്കുന്നത് മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സെൻറ്റർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ അടിച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ഈ സൈഡിൽ വെക്കുന്ന പീസ് ഉണ്ടല്ലോ, അതിൻ്റെ കാലിൻ്റെ അടിവശം ക്യാൻവാസ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് നമ്മൾ അടിയിലേക്ക് മടക്കി കൊടുക്കുക. രണ്ട് കാലിൻ്റെയും അടിവശം മടക്കി കൊടുക്കുക.
2 സ്റ്റിച്ച് അടിച്ചു കൊടുക്കണം കേട്ടോ. ഉള്ളിൽ മടക്കിയിട്ട് അതിൻ്റെ മേൽവശത്തൂടെ ഇനി ഒരു സ്റ്റിച്ച് കൂടെ അടിച്ചു കൊടുക്കണേ. ഇതാണ് കാലിൻ്റെ അടിവശം. നമ്മൾ ഹിപ്പിന് വെച്ചിട്ടുണ്ടല്ലോ, ആ എക്സ്ട്രാ ബിറ്റ് വെച്ചിട്ടുണ്ടല്ലോ, ആ ബിറ്റിൻ്റെ അവിടെ ഇതുപോലെ വെച്ച് കൊടുക്കുക. നമുക്ക് സെൻറ്ററിൽ വേണമെങ്കിൽ പ്ലീറ്റ്സ് കൊടുക്കുക, നമ്മുടെ കാലിൻ്റെ സൈഡിലേക്ക് വരുന്ന പോലെയും പ്ലീറ്റ്സ് കൊടുക്കുക കേട്ടോ. അത് സെൻറ്ററിൽ വരുമ്പോൾ ഡിസ്റ്റർബ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും സൈഡിൽ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 സൈഡ് രണ്ടും നമ്മളിതുപോലെ കാല് തയ്ച്ചെടുക്കുക. ചെറിയ പ്ലീറ്റ്സ് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ കാലിൻ്റെ സൈഡ് ഭാഗത്താണ് കൊടുക്കുന്നത്. ഇതാണ് ഒരു കാല് കേട്ടോ. ഇതാണ്ട് ഈ സൈഡാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നിറയെ പ്ലീറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ മറ്റേ കാലും നമ്മൾ ഇതുപോലെ അടിച്ചെടുക്കുക. പിന്നെ സെൻറ്റർ ഒന്ന് അടിച്ചെടുക്കുക. കാലിൻ്റെ സൈഡ് നമ്മൾ ലാസ്റ്റാണ് അടിക്കുന്നത് കേട്ടോ. ഒക്കെ 2 സ്റ്റിച്ച് അടിച്ചു വിടണേ. അങ്ങനെ നമ്മൾ നടുഭാഗത്തും അടിച്ചു വിട്ടു. അടിച്ചതിന് ശേഷം കാലിൻ്റെ അടിവണ്ണം എത്ര വേണമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഗ്യാപ്പ് വിട്ടിട്ട് സ്ട്രൈറ്റായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. ഇത്രേ ഉള്ളൂ പാൻറ്റിൻ്റെ പരിപാടി. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ റിബണാണ് ഇട്ട് കൊടുക്കുന്നത്. എലാസ്റ്റിക് വേണമെങ്കിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. പക്ഷേ റിബണാണ് സെമി പട്ടിയാലിക്ക് സാധാരണ വയ്ക്കാറ്. റിബൺ കൊടുത്തിട്ട് നമ്മൾ സെൻറ്ററിലൊന്ന് ടക്കിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും വരില്ല, നീങ്ങില്ല നമ്മുടെ റിബൺ. അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഊരി വരാൻ സാധ്യതയുണ്ട്. ഇത്രയേ ഉള്ളൂ പാൻറ്റിൻ്റെ വർക്ക്.